നമസ്കാരം ഗേസ്, വീണ്ടും ഒരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് രാത്രി 12:30-ക്കാണ്. അതായത് 1/8/2026. ഇന്നത്തെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. അതായത് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലുണ്ടായി. പാലാ, ഈരാറ്റുപേട്ട പോലുള്ള കിഴക്കൻ പ്രദേശത്തെ ടൗണുകളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. അപ്പം എന്നെ ചിന്തിപ്പിച്ചതായ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ കേരളം ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മലയാളികളില്ലാത്ത ഒരു രാജ്യവും ഇന്നില്ല. നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഇസ്രയേലിനെയാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം കേരളത്തിൻ്റെ അത്രയുള്ള ഒരു രാജ്യം. ചുറ്റും ശത്രുക്കളുള്ള രാജ്യത്തിൻ്റെ ഇടയ്ക്കാണ് അവർ കിടക്കുന്നത്. ഇന്നും മലയാളികൾ ധൈര്യമായിട്ട് പോയി ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കാരണം എപ്പോഴും മിസൈലുകൾ വന്നാലും ഒരാൾക്ക് പോലും ഒരു പരിക്ക് പറ്റാത്ത രീതിയിലുള്ള സജ്ജീകരണമാണ് അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അന്നേരം തന്നെ ഒരു മിസൈൽ വരുന്നു എന്നറിയുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ജനങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കും, അലാറം മുഴങ്ങും. ആ 5 മിനിറ്റിനകത്ത് അവർക്ക് ബങ്കറിൽ കയറി രക്ഷപ്പെടാനുള്ള എല്ലാ ക്രമീകരണവും ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ടെക്നോളജിയാണ്. ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. നമ്മുടെ കേരളത്തിൽ വിദ്യാസമ്പന്നരായ ആൾക്കാർ ധാരാളം ടെക്നോളജീസ് ഉണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് തെറ്റാണ്. നമുക്കറിയാം, നമുക്ക് AI ക്യാമറ കഴിഞ്ഞ സർക്കാർ നിർമ്മിച്ചു. എന്തിനാണെന്നറിയോ? വഴിയെ പോകുന്ന വണ്ടികൾക്ക് പെറ്റി കൊടുക്കാനും അതുമൂലം സർക്കാരിലേക്ക് കാശുണ്ടാക്കാനും. അല്ല, ജനങ്ങളുടെ സുരക്ഷതയ്ക്കായിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ സംരക്ഷിക്കാനുള്ളതിനെ കുറിച്ചുള്ളത് യാതൊരു കാര്യവും ഇവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓറഞ്ച് അലേർട്ട് അല്ലെങ്കിൽ റെഡ് അലേർട്ട് മഴയുള്ള സമയത്ത് കൊടുക്കുമ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാധ്യതയുള്ള മേഖലയ്ക്ക് രാത്രിയിലാണെങ്കിലും ഒരു അലാറമോ ഒരു അലേർട്ടോ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒന്നെങ്കിൽ ഇപ്പം നമുക്ക് അറിയാം, രാത്രി ഒരു 12-1 മണിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകളെല്ലാം നല്ല ഉറക്കത്തിലേക്ക് വീഴും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് വീട്ടിൽ ആരെങ്കിലും 1-2 പേര് ഉറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു സൂചന, എന്തെങ്കിലും ഒരു ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനെങ്കിലും ബാക്കിയുള്ളവരെ കൂടി രക്ഷപ്പെടാനെങ്കിലും സാധിക്കും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പോയിന്റ് അതല്ല. നമുക്ക് ഒരു പ്രദേശത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന മരങ്ങാട്ടുള്ള ഏരിയ ആണെങ്കിൽ മരങ്ങാട്ടുള്ളിൽ അത്യാഹിതം ഉണ്ടാകും എന്നറിയുമ്പോൾ ആ ജനങ്ങളെ ഉണർത്താനും അതിന് വേണ്ട ഒരു ക്രമീകരണം, ഒരു അലാറമോ അല്ലെങ്കിൽ അവരെ മൊബൈലിലേക്കുള്ളൊരു കറക്റ്റ് ആ ഏരിയ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു അലാറം കൊടുത്തുകൊണ്ട് അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലുള്ള ടെക്നോളജി ഇതൊക്കെ വേണം നമുക്ക് ചെയ്യാം. ഇവൻ പഞ്ചായത്ത് തലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിലായിക്കോട്ടെ, നമുക്ക് പ്രശ്നമുള്ള ഓരോ ഏരിയയിൽ കൂടെ ക്യാമറ പിടിപ്പിക്കാൻ ഇതിനൊന്നും വലിയ പൈസയോ മുടക്കുള്ള കാര്യമല്ല. ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന തെഫ്റ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്രിമിനൽസുകളെയൊക്കെ പിടിക്കാൻ പോലീസിന് ഏറ്റവും തെളിവ് കിട്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ഏരിയയിൽ ഒരു ഉരുൾപൊട്ടലിൻ്റെ സാധ്യതയോ അല്ലെങ്കിൽ വലിയൊരു നാശനഷ്ടം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആളുകൾക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ ആദ്യം തന്നെ അവർക്കൊരു വാർണിംഗ് കൊടുക്കാൻ സാധിക്കും. അതുപോലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമ്മളിപ്പം 2018 വെള്ളപ്പൊക്കം വന്നു. അതിനുശേഷം ഇങ്ങോട്ട് പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ ഫേസ് ചെയ്തതാണ്. വയനാട്ടിലെ പ്രകൃതി ദുരന്തം ഇതൊക്കെ ഒരു ലാക്കാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ആ സമയത്ത് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് കുറേ ഫണ്ടുണ്ടാക്കി അത് കുറച്ച് പേര് കൈയിട്ട് വരുന്നു, കുറച്ച് പേര് സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നു, അത് വലിയ പബ്ലിസിറ്റിയായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നന്മമരങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങുന്നു. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതൊന്നുമല്ല. നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കുക. കാരണം ഇമ്മീഡിയറ്റ്, ഫോർ എക്സാമ്പിൾ ഇന്നലെ ഇവിടെ തീക്കോയി ഭാഗത്തൊരു ഉരുൾപൊട്ടി. ആ മേഖല ഉരുൾപൊട്ടലിൻ്റെ ഇവിടെ ജിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, ഉരുൾപൊട്ടലുള്ള മേഖല ഏതാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ വർഷകാലം തുടങ്ങുമ്പോൾ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് വാണിംഗ് കൊടുത്ത് അവരെ മാറ്റി പാർപ്പിക്കുക. അത് പഞ്ചായത്ത് തലത്തിൽ മെമ്പർമാർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ അവർ അതാത് മെമ്പർമാർ ഇടപെട്ട് ഈ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു ക്രമീകരണം വരണം. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് അലേർട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള ടെക്നോളജിയൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ഈ ഇത്തരം മേഖലകളിൽ ഇത് ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. ഈ മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടാൻ ചാൻസ് ഉള്ള ഏരിയകളിൽ ഇതൊക്കെ ഉപയോഗിക്കണം. അവിടെയുള്ള ആൾക്കാരെ മുന്നേ മാറ്റി പാർപ്പിക്കണം. അതിന് വേണ്ടിയുള്ള ക്രമീകരണം, അതിനൊക്കെയുള്ള ടെക്നോളജി നമുക്കുണ്ട്. പക്ഷേ നമുക്ക് അതിനു വേണ്ടി ചിലവഴിക്കാൻ സമയമില്ല. നമുക്ക് ആരും അതിന് നമ്മുടെ സംരക്ഷണം, ജനങ്ങളുടെ സംരക്ഷണം ഇവിടെ ആരും നോക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് പാർട്ടി ഭരിച്ചാലും ഏത് ഭരണകർത്താക്കളാണെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിവിടെ കിടന്നുറങ്ങുന്നുണ്ട്. രാത്രി 12 1 മണിയായാലും എന്നെ ഒരാൾ എൻ്റെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഞാൻ എഴുന്നേക്കും. ഇതേ രീതിയിൽ തന്നെ
ഈ അപകട മേഖലകളിലേക്ക് നമുക്ക് അതിനൊരു അലേർട്ട് കൊടുക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അതാണ് പറഞ്ഞത്. ഇസ്രയേലിൽ ഒരു മിസൈൽ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് മൊബൈലിൽ അലർട്ട് വരികയാണ്. സൈറൻ മുഴങ്ങുന്നു. അതുകൂടാതെ തന്നെ മൊബൈലിൽ അലർട്ട് വരികയാണ് അപകട മേഖലകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു സംവിധാനവും മെത്തേഡും ഒക്കെ ടെക്നിക്കലായിട്ട് നമ്മളത് നമ്മുടെ സംസ്ഥാനത്ത് വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പോയിന്റ്. കാരണം ഇത്രയും കാലമായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. വയനാട് ഒരു വലിയ ദുരന്തം നടന്നു. അന്ന് ആ നേഴ്സ് ഒരു പെങ്കൊച്ച് സംസാരിക്കുന്ന ആ വോയിസ് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. കാരണം അന്ന് ഞാൻ ഇതുപോലെ രാത്രി ഇരുന്ന് ആ വാർത്ത കണ്ട സമയത്ത് ഇപ്പോഴും അത് ചെവി മുഴങ്ങുകയാണ്. കാരണം ജീവനാണ്. അവർ ആ അവസാന നിമിഷം അവർക്കൊരു ഹോപ്പുണ്ട്, അവർ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്നുള്ളത്. പക്ഷെ നമ്മുടെ സംവിധാനം എല്ലാം ഉണർന്നു വരുമ്പോഴത്തേനും ഈ പറയുന്ന നാശങ്ങളെല്ലാം സംഭവിച്ചു കഴിയും. പിന്നെ കുറേ നന്മമരങ്ങളായി, കുറേ പേര് സഹായമായി, പിന്നെ ജാതിയില്ല മതമില്ല ഒന്നുമില്ല, എല്ലാവരും ഭയങ്കര സഹകരണമായി. അതിൻ്റെ ഇടയ്ക്ക് കുറേ രാഷ്ട്രീയ മുതലെടുപ്പായി. അതിനുശേഷം വീണ്ടും പിന്നെ ജാതിയായി, മതമായി, വർഗീയതയായി, അതായി ഇതായി വീണ്ടും അലമ്പ് തുടങ്ങും. വീണ്ടും ഇത് തന്നെ ഒന്നിക്കും. അപ്പം ഇനിയെങ്കിലും നമ്മുടെ ഭരണകർത്താക്കൾ മുമ്പോട്ട് വന്നിട്ട് നമുക്കതിനുള്ള ടെക്നോളജി ഉണ്ട്, നമുക്കതിനുള്ള സംവിധാനങ്ങളുണ്ട്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യട്ടെ. അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ സംരക്ഷണത്തിനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ എന്ന രാജ്യത്ത് നമ്മൾ കണ്ടുപിടിക്കും. ഇവിടെ നിന്ന് ഇപ്പോഴും മലയാളികൾ യുദ്ധസമയത്ത് പോലും ഇസ്രായേലിൽ ജോലിക്ക് പോകാൻ റെഡിയാണ്. അവരവിടെ വളരെ സേഫായിട്ടാണ് അവർ താമസിക്കുന്നത്. നമ്മുടെ കേരളം അങ്ങനെ തന്നെ വളരണം. നമുക്ക് ധാരാളം കഴിവുള്ള ആളുകളുണ്ട്, എൻജിനീയേഴ്സുണ്ട്, ഒത്തിരി ടെക്നോളജി പരമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓരോ മുക്കിലും മൂലകളിലും നമുക്ക് ക്യാമറ വെക്കാമല്ലോ. അതുപോലെ തന്നെ മൊബൈൽ അലേർട്ട് ആയിക്കോട്ടെ, അതൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് കൂടുതലായി പ്ലാൻ ചെയ്യട്ടെ. ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓടുക, രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും നല്ലത് ഈ വരാൻ പോകുന്ന ദുരന്തത്തെ, ആ അപകട മേഖല ഏതാണെന്ന് ഓരോ പ്രാവശ്യം കണ്ടുപിടിച്ച് അങ്ങനെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, ഇവന്മാരൊക്കെ പണിയെടുക്കട്ടെ. ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എന്തിനാണ്? എർത്ത് ഉണ്ടാകാൻ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഏരിയ ഏതാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് ആ ഏരിയയിലുള്ള ആൾക്കാരെ ഈ മഴ വരുന്ന ആ മഴക്കാലം തുടങ്ങുന്ന കാലഘട്ടം നിർബന്ധമായിട്ട് അവരോട് മാറാൻ പറയണം. അതിനുശേഷം അവർ കൃഷിയും കാര്യങ്ങളുമായിട്ട് പിന്നീട് കയറട്ടെ. മിക്കവാറും വരുന്നത് ജൂലൈ അവസാനം ഓഗസ്റ്റ് മാസത്തിലൊക്കെ ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നത്, കനത്ത മഴ വരുന്നതൊക്കെ അതാണ്. അവർ സാഹചര്യം നോക്കി ഇപ്പോൾ കാലാവസ്ഥ പോലും ഉണ്ടാകുന്ന കാലാവസ്ഥ എന്താണെന്നും ഏത് ഏരിയയിൽ മഴ വരുമെന്നൊക്കെ അറിയാനുള്ള സംവിധാനമുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ജനങ്ങൾക്ക് കൃത്യമായ അലേർട്ട് കൊടുത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മളെന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പിന്നെ ഓടി അലച്ച് ഇത് ചെയ്യുന്നതിൽ നല്ലത് അതിനു മുമ്പേ ഇതൊന്ന് കരുതി ചെയ്യുന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞാനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത്, നമ്മുടെ പറമ്പിൻ്റെ അടുത്ത് തന്നെ വലിയ 3-4 മരങ്ങൾ നിൽക്കുന്നത് ഞാൻ 2023 ജൂണിൽ പാലാ ആഡിയോയ്ക്ക് അറിയാനുള്ള പഞ്ചായത്തിൽ ഒക്കെ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് ഇന്ന ദിവസം വരെ അതിൻ്റെ കമ്പ് നീക്കുകയൊന്നും ചെയ്യണം. ഇനി ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് വരുന്നത്. ഇനി അതുകൊണ്ട് അപകടം ഉണ്ടാകാതിരിക്കാം. ഒരു പ്രാവശ്യം ഈ ഏരിയ മുഴുവൻ വലിയ കാറ്റ് വന്ന് മരങ്ങൾ മറിഞ്ഞ് വീണപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങോട്ട് അടിച്ചില്ല. ഇതിപ്പോൾ വമ്പൻ മരമായിട്ട് 3-4 മരം ഇങ്ങനെ നിൽക്കുകയാണ്. ജനങ്ങൾ ഇതിങ്ങനെ പറക്കുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ. അപ്പം അതുകൊണ്ട് അപകടം ഉണ്ടാകും. പക്ഷേ നമ്മൾ ഒരു മുന്നറിയിപ്പ് നമ്മൾ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ അത് ചിന്തിക്കാതെ അതിന് ഉടനൊരു സൊല്യൂഷൻ കണ്ടെത്തി, ഒരു അപകടകരമായ സംഭവമാണെന്നുണ്ടെങ്കിൽ അതിനെ നിർത്തുക എന്നുള്ളത് ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെ കാശ് മേടിച്ച് ജീവിക്കുന്ന ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെയൊക്കെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്നൊക്കെ ഇവർ മാറി നിൽക്കുമ്പോഴാണ് ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്നത്. ജനങ്ങൾ ആരോട് പറയും ഇത്? അവർ വിശ്വസിക്കുന്നത് അവരെ ഭരിക്കുന്ന ഭരണകർത്താക്കളിലും അതുപോലെ തന്നെ അവരെ സഹായിക്കേണ്ട അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിലുമാണ്. അവരിൽ നിന്ന് അത് കിട്ടാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ജനങ്ങൾ വലയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം, അങ്ങനെ ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാണാൻ പറ്റുന്ന വീഡിയോ. അതുവരേക്കും ബൈ ബൈ.